പട്ടം പറഞ്ഞുപോയ റോയ് മെത്രാൻ കൊലപാതക കേസിൽ അഴിയെണ്ണുമോ? ക്രൈസ്തവ വിരുദ്ധവും സഭാവിരുദ്ധവുമായ പ്രവർത്തനങ്ങളുടെ പേരിൽ സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രൈം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ മുടക്കുകൽപ്പന പുറപ്പെടുവിച്ച ക്നാനായ യാക്കോബായ സഭയുടെ മുൻ മെത്രാൻ സേവേറിയോസ് കുര്യാക്കോസ് എന്ന റോയ്മോൻ പട്ടവും പറഞ്ഞുപോയി കൊലപാതക കേസിൽ അഴിയെണ്ണുവാനും സാധ്യത. കഴിഞ്ഞ മെയ് 17-ന് പാത്രിയാർക്കീസ് ബാബ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് സേവേറിയോസ് മെത്രാൻ എന്ന പഴയ റോയ്മോൻ മെത്രാപ്പോലിത്ത, പാദ്രി എന്നീ നിലകളിലുള്ള കൂദാശകൾ നടത്തുന്നതിൽ നിന്നും മെത്രാപ്പോലിത്ത എന്ന നിലയിൽ ഭരണം നടത്തുന്നതിനും വിലക്കുണ്ടായി. എന്നാൽ സഭാധ്യക്ഷന്റെ കൽപ്പനയ്ക്ക് പുല്ലുവില കൊടുത്ത് റോയ് പോയി 18-ന് ആ കൽപ്പനയ്ക്ക് താൽക്കാലിക സ്റ്റേ ബിനാമികളെ കൊണ്ട് വാങ്ങുകയുണ്ടായി. തുടർന്നുള്ള ഞായറാഴ്ചകളിൽ സഭാധ്യക്ഷനെയും വിശ്വാസികളെയും വെല്ലുവിളിച്ച് ഓരോ പള്ളികളിലെയും തന്റെ ഗ്രൂപ്പുകാരെ കൊണ്ട് പ്രത്യേകം സ്വീകരണം ക്രമീകരിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ ലൈവ് ടെലികാസ്റ്റ് നടത്തിയും നടക്കുകയായിരുന്നു. അങ്ങനെ ജൂൺ 23 ഞായറാഴ്ച കുറിച്ചി മോർ ഇഗ്നാത്യോസ് പള്ളിയിൽ റോയ്മോൻ തന്റെ കുറെ സിൽബന്ധകളുമായി വന്നു കയറി. റോയ്ക്ക് പ്രത്യേകം സ്വീകരണമൊന്നും കൊടുക്കേണ്ടതില്ലെന്ന പള്ളി കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി പള്ളിയിലെ ചില പ്രാഞ്ചികൾ മുത്തുകുടകളും പിടിച്ച് പള്ളിയുടെ ഗേറ്റിന് മുന്നിൽ പോയി നിന്നു. പതിവ് പോലെ തന്റെ മകനുമൊത്ത് ആ ഞായറാഴ്ചയും പള്ളിയിൽ ചെന്നപ്പോഴാണ് ഇടവാംഗമായ റിജോ കരിമ്പന്നൂർ ഈ കാഴ്ച കണ്ടത്. ബാവ മുടക്കുകൽപ്പന കൊടുത്ത റോയ് പഴയ ചുവന്ന നൈറ്റിയും ഒക്കെ ഇട്ട് കാറിൽ വന്ന് ഇറങ്ങുന്നു. ഇത് കണ്ട റോയ് മെത്രാന്റെ ചാവറുകൾ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നു. ഉടൻ റിജോ തന്റെ മാതാപിതാക്കൾ തന്നെ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനേക്കാർ വിളിക്കുന്ന മുദ്രാവാക്യമായ അമ്മേ ഞങ്ങൾ മറന്നാലും അന്ത്യോക്യായെ മറക്കില്ല, അന്ത്യോക്യ ജ്ഞാനായ ബന്ധം നീനാൾ വാഴട്ടെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉറക്ക വിളിച്ചു. ഉടനെ മെത്രാന്റെ ചാവറുകൾ ചാടി വീണ് റിജോയുടെ നേരെ കമ്പിപിടി അടക്കമുള്ള ആയുധങ്ങളുമായി ആക്രമിച്ചു. തലയ്ക്കും കണ്ണിന്റെ പുരുകത്തിനും നെറ്റിക്കുമൊക്കെ മാരകമായി അദ്ദേഹത്തിന് മുറിവേറ്റു. ചോര വാർന്നു നിന്ന റിജോയെ ആശുപത്രിയിൽ എത്തിക്കുവാനുള്ള ക്രമീകരണം പോലും ചെയ്യാതെ സ്വീകരണ ഘോഷയാത്രയുമായി സേവേറിയോസും കൂട്ടാളികളും പള്ളിയിലേക്ക് കയറിപ്പോയി. വിവരം അറിഞ്ഞെത്തിയ ചിങ്ങവനം പോലീസും റിജോയുടെ 11 വയസ്സ് മാത്രമുള്ള മകനുമാണ് റിജോയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. മുഖത്തും തലയിലുമായി 18 സ്റ്റിച്ചുകൾ അന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന ദുർബലമായ വകുപ്പുകൾ ചേർത്ത് FIR രജിസ്റ്റർ ചെയ്തെങ്കിലും റിജോ തെളിവുകളുമായി കോടതിയെ സമീപിച്ചു. അങ്ങനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം സേവേറിയോസ് മെത്രാൻ എന്ന റോയിയെ 1-ാം പ്രതിയാക്കി കൂട്ടാളികളായ മറ്റ് 7 പേരെയും ചേർത്ത് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. മുൻകൂർ ജാമ്യത്തിനായി മെത്രാൻ ഒഴികെയുള്ള പ്രതികൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ആ കേസിൽ നാളെ കോടതി വിധി പറയും. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് റിജോയുടെ വാക്കുകളിലൂടെ തന്നെ കേൾക്കാം. 23/6/2024 ജൂൺ മാസം 23-ാം തീയതി ഞാൻ സാധാരണ പള്ളിയിൽ പോകുന്ന പോലെ പോയി. അപ്പം അന്ത്യോക്യ പാത്രിക്കീസ് സസ്പെൻഡ് ചെയ്യപ്പെട്ട സേവേറിയോസ് മെത്രാപ്പോലീത്ത ഞങ്ങളുടെ പള്ളിയിലേക്ക് വരുന്നു. അപ്പം അവിടെ പള്ളി ഔദ്യോഗികമായിട്ട് യാതൊരു സ്വീകരണവും ഇല്ല. അച്ഛനെ ട്രസ്റ്റി, സെക്രട്ടറി ഒന്നും ഒരു സ്വീകരണവും ഇല്ല, കമ്മിറ്റിയില്ല. അപ്പോൾ പുള്ളിയുടെ ഗുണ്ടകൾ കുറേ പേര് ഇഷ്ടക്കാർ പുള്ളിയെ സ്വീകരിക്കുന്നു. അപ്പോൾ മുത്തുകൂടെയൊക്കെ പിടിച്ച് സ്വീകരിച്ചപ്പോൾ ഞാൻ അന്ത്യോക്യ പാത്രിക്കീസ് നീനാൾ വാഴട്ടെ, അന്ത്യോക്യ മലങ്കര ബന്ധം നീനാൾ വാഴട്ടെ, സസ്പെൻഡ് ചെയ്യപ്പെട്ട സേവേറിയോസ് മെത്രാൻ ഗോ വായിക്കുന്നു പറഞ്ഞു. അപ്പോഴത്തേക്കിന് അദ്ദേഹം ഇങ്ങനെ കണ്ടുകൊണ്ട് ആംഗ്യം കാണിക്കുകയും ശ്രീഭാവീശുവൊക്കെ ചെയ്യുന്നതായിട്ട് FIR-ലുണ്ട്. അപ്പോഴത്തേക്കിന് മറ്റുള്ള ആളുകളെല്ലാം കൂടെ വന്ന് മുത്തുകുടയ്ക്കകത്ത് ഒളിപ്പിച്ച് വെച്ച് കമ്പിപിടിക്കുകയൊക്കെ അടിച്ചു. അതിൻ്റെ തലയൊട്ടിക്ക് പൊട്ടല്, പിരിയം മുറിഞ്ഞു, അദ്ദേഹത്ത് എല്ലാ അടിപ്പാടുകളും. പിന്നെ ഏതായാലും കൊള്ളാം, ആരോ വിളിച്ച് പോലീസ് വന്നു. 11 വയസ്സുള്ള എൻ്റെ മകൻ എന്നെ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന ആംബുലൻസ് പള്ളിക്കാരും കൊണ്ടുപോയില്ല. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി ചികിത്സയൊക്കെ കഴിഞ്ഞു. പരിക്ക് പറ്റിയത്? പരിക്ക് തലയോട്ടിക്ക് പൊട്ടല്, കണ്ണിന്റെ പിരിയത്തിന് ഒരു വിരലിന്റെ വലിപ്പത്തിലുള്ള മുറിവ്, 18 സ്റ്റിച്ച്. എന്നിട്ട് പോലീസ് FIR ഇട്ടത് സ്റ്റേഷൻ ജാമ്യം കിട്ടത്തക്ക രീതിയിലുള്ള FIR ഇട്ടു. അതിന് നമ്മൾ SP-ക്ക് കംപ്ലൈന്റ് കൊടുത്തു. നമ്മൾ ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതി 2199 CMB കൊടുത്തു. CMB-യുടെ മേലെ മജിസ്ട്രേറ്റ് ജൂലൈ 11-ാം തീയതി ഓർഡർ ഇട്ടു. ആ ഓർഡർ ഇട്ടിട്ട് ഇപ്പോൾ 60 ദിവസം കഴിഞ്ഞു. മൊത്തം സംഭവം നടന്നിട്ട് 90 ദിവസം. ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവരെയെല്ലാം സഹായിക്കുന്ന നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇപ്പൊ പ്രതികളെല്ലാം മുൻകൂർ ജാമ്യത്തിന് സേവേറിയോസ് തിരുമേനി ഒഴിവുള്ളവർ കൊടുത്തിരിക്കുന്നു. സേവേറിയോസ് തിരുമേനി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു. നാളെ ഇതിന്റെ ഓർഡറാണ്. മുൻകൂർ ജാമ്യം കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ള ഓർഡറാണ് നാളെ. ഏത് കോടതിയിലാ? കോട്ടയം ജില്ലാ കോടതി. മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഈ മാസം 4-ാം തീയതി മുതൽ 4/9 മുതൽ അവർ ശ്രമിക്കുന്നുണ്ട്. 4/9 കൊടുത്തില്ല, 6/9 കൊടുത്തില്ല, 10/9 കൊടുത്തില്ല, 12/9 കൊടുത്തില്ല, 13/9 കൊടുത്തില്ല, 24/9 കൊടുത്തില്ല.
24/9 ഓർഡേഴ്സിന് മാറ്റി 26/9 ഓർഡറാണ് നാളെ. ഈ കേസിൽ എത്ര പ്രതികളുണ്ടോ? 8 പ്രതികൾ മൊത്തം. 1-ാം പ്രതി സേവ്യറിയോസ് തിരുമേനി, 2-ാം പ്രതി അനൂപ് കുര്യൻ, 3-ാം പ്രതി ടിബി തോമസ്, 4-ാം പ്രതി ജോസ് കളക്കാത്ത്, 5-ാം പ്രതി ജിക്കു ജോസ്, 6-ാം പ്രതി കുഞ്ചു സക്കറിയ, 7-ാം പ്രതി ജോബി ജോസഫ്, 8-ാം പ്രതി തമ്പി മാത്യു. ഇവരെല്ലാം ഇപ്പോഴും ഇങ്ങനെ വിലസിക്കൊണ്ട് നടക്കുക. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പൈസ മേടിച്ചു, സർക്കാർ സ്വാധീനങ്ങളും എല്ലാം ഉപയോഗിച്ച്, ഉന്നതങ്ങളിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇവർ വിലസി നടക്കുക എപ്പോഴും. ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ കൊന്നേക്കാവുന്ന രീതിയിലാണ് ഇവരുടെ നടപ്പ്. ഈ മെത്രാന്റെ അവസ്ഥ എന്താണ്? ബാവ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ സസ്പെൻഷനെതിരെ കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ നിന്ന് മെത്രാൻ ചെറിയൊരു സ്റ്റേ മേടിച്ചു, താൽക്കാലിക സ്റ്റേ. ആ സ്റ്റേയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ആ സ്റ്റേ തള്ളാൻ വേണ്ടി വേറെ കൊടുത്തു, അത് ഇങ്ങനെ സ്റ്റേ നിൽക്കുന്നു. ഇനിയിപ്പോൾ ജില്ലാ കോടതി 3-ാം തീയതി ഉണ്ട് ആ കേസ്. ആ സ്റ്റേ തള്ളിയാണ് മെത്രാന് മുടക്ക് വരും. ഇത് വിശ്വാസ ലംഘനമായത്. ഞങ്ങൾ അന്ത്യോക്യ പാത്രിക്കീസിനെ വിശ്വസിക്കുന്ന ആൾക്കാരാ. അന്ത്യോക്യ പാത്ര കേസ് മുടങ്ങിക്കഴിഞ്ഞാല് ഈ സേവ്യറിയോസിന്റെ അവസ്ഥ എന്താണ്? അന്ത്യോക്യ പാത്രിക്കീസ് ഒരു പട്ടം ഉരിഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ റോയി എന്ന് പറയും. മിസ്റ്റർ റോയി, പട്ടം പോയി. മിസ്റ്റർ റോയി ഞങ്ങളുടെ വിശ്വാസത്തിൽ മിസ്റ്റർ റോയിയാ. അതിന്റെ പുള്ളിയുടെ പേര് റോയി എന്നാണോ? അതെ അതെ അതെ, മിസ്റ്റർ റോയി. വിശ്വാസികൾ റോയി മോനെ മിസ്റ്റർ റോയി എന്നൊക്കെയാണ് വിളിക്കുന്നത്. പള്ളിയാമ്പറമ്പിൽ നിന്നോ മറ്റോ പുള്ളിയുടെ വീട്ടുകാർ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. പാവയാണ് അദ്ദേഹത്തിനെ സേവേറിയോസ് കുറിയാക്കോസ് എന്നാക്കിയത്. പട്ടം പോയ റോയി അകത്ത് പോകുന്ന ലക്ഷണമുണ്ടോ? പോവും. സുപ്രീം കോടതി വരെ പോയാലും പോവും. പിന്നെ അവര് സ്വാധീനം ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ പോകാതിരിക്കത്തുള്ളൂ. അവര് രാഷ്ട്രീയമായും സാമ്പത്തികമായും ഉള്ള സ്വാധീനം ഉപയോഗിച്ച് സ്വാധീനിച്ചാൽ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ജുഡീഷ്യറി വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അങ്ങനെ വിശ്വാസമില്ല. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഇവരെല്ലാം അകത്ത് പോകും. സാധാരണഗതിയിൽ നമ്മൾ ഓരോരോ പുതിയ പട്ടങ്ങൾ കൊടുക്കുകയും അംഗീകാരങ്ങൾ കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സ്വീകരണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ആർച്ച് ബിഷപ്പ് സ്ഥാനം പോയി ഉടനെ സ്വീകരിക്കുക, ഇദ്ദേഹത്തിന് വലിയ മെത്രാപ്പോലീത്ത സ്ഥാനം പോയി ഉടനെ സ്വീകരിക്കുക. സകല പത്രത്വവും മെത്രാനെ അച്ഛനെ എല്ലാ പത്രത്വവും യാതൊരു കുതാശയും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ബാവ സസ്പെൻഡ് ചെയ്തു ഇന്നലെ സ്വീകരിക്കുക. ഇതാണ് ഇവിടുത്തെ സ്വീകരണം നടക്കുന്നത്. അതാണ് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ സ്വീകരിക്കും. നമ്മൾ ക്ലീമീസ് തിരുമേനിയൊക്കെ വലിയ മെത്രാപ്പോലീത്ത ആക്കിയപ്പോഴത്തേക്ക് നമ്മൾ സ്വീകരിച്ചു. ഇത് ഓരോ സ്ഥാനം പോകുമ്പോൾ ചുമ്മാ സ്വീകരിച്ചോളുവാ. ഞങ്ങളുടെ കൂടെ ആളുണ്ടെന്ന് കൊടിയും പിടിച്ചോണ്ട് കുളയും പിടിച്ചോണ്ട് വന്നോളുവാ. കമ്പിവടിയായിട്ട് കുളയ്ക്കകത്ത് കമ്പിവടി വെച്ചോണ്ട് വന്ന് അടിച്ചോളുവാ. നാട്ടുകാരെ അടിച്ചു പൊട്ടിക്കുക. എന്റെ ഇടവപ്പള്ളി എനിക്ക് എന്റെ 11 വയസ്സുള്ള മോൻ, അവനുമായിട്ട് ഞാൻ കുർബാന കാണാൻ പോയതാ. എനിക്ക് ഇതിനകത്ത് പോക്സോ വരെയുള്ളതാ. പോലീസ് നല്ല കളി കളിച്ചിട്ടാണ് എടുക്കാത്ത പോക്സോ. 11 വയസ്സുള്ള എന്റെ പയ്യന് ഇപ്പോഴും രാത്രി കിടന്ന് ഞെട്ടലാണ് രാത്രി. അപ്പനെ കൊല്ലാൻ വരുന്ന ആ രംഗം അവൻ കണ്ടതല്ലേ, മോഹലസ്യപ്പെട്ട് വീണതാ. കൊലപാതക ശ്രമ കേസിലെ പ്രതിയാണ് പുള്ളി. ഇപ്പം 1-ാം പ്രതി 308, 118 ഒക്കെ ഇട്ടിരിക്കുന്ന കേസായത് 1-ാം പ്രതിയാ. പോലീസ് റിപ്പോർട്ടിനകത്ത് 308 ഉണ്ട്. കൊലപാതക ശ്രമമുണ്ട്. 308, 118 ഉണ്ട് പോലീസ് റിപ്പോർട്ടിൽ. ഇതെല്ലാം ജാമ്യമില്ലാ വകുപ്പാ. 308, 118 ജാമ്യമില്ലാ വകുപ്പാ. FIR 739 പറയുന്ന FIR ശേഷം ജാമ്യം കൊടുക്കാവുന്നതാണ് ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കോടതി പോയി, നീതിക്ക് വേണ്ടി പോയി. നമുക്ക് കോടതിയല്ലേ ശരണമുള്ളൂ. നമ്മൾ കോടതിയെ സമീപിച്ചു. കോടതി നമ്മളെ CMB അംഗീകരിച്ചു. അതിന്റെ മേളിൽ കോടതി മജിസ്ട്രേറ്റ്, ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് ഓർഡർ ഇട്ടു. ആ ഓർഡർ ചവിട്ടിക്കൊണ്ടിരിക്കുക 90 ദിവസമായിട്ട് പോലീസ്. പാവായി ഇപ്പം വെയിറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് അടുത്ത ഈ മുനിസിപ്പലിന്റെ സ്റ്റേ 3-ാം തീയതി ഇരിപ്പുണ്ട് ജില്ലാ കോടതി. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ബാവ ഇദ്ദേഹത്തിന് മുടക്കൽപ്പന കൊടുക്കും. ഇപ്പം പിന്നെ മിസ്റ്റർ റോയിയ. ഇതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. എന്ന് പറഞ്ഞാലും കോടതി നോക്കിക്കഴിഞ്ഞാൽ മെത്രാനാക്കാൻ പറ്റത്തില്ല. മെത്രാനാക്കുന്നത് ഞങ്ങളുടെ സഭയുടെ വിശ്വാസപ്രകാരമല്ലേ. നടന്ന കൊലപാതക ശ്രമത്തെക്കുറിച്ച് ജ്ഞാനായ യാക്കോബായ സഭയുടെ മുൻ സമുദായ ട്രസ്റ്റി ശ്രീ TO ഏലിയാസിന്റെ വാക്കുകൾ കേട്ടാലും. പരിശുദ്ധ പാത്രിക്കീസ് ബാബയുടെ ലീഗൽ പവർ ഓഫ് അറ്റോർണിയാണ്, കമാൻഡറാണ്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളൊരു ചുമതല എനിക്കുണ്ട്. ഇന്നിപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ പാത്രിക്കീസ് ബാബായാൽ കൗദാശിക കാര്യങ്ങളിൽ നിന്നെല്ലാം വിലക്കുള്ള സസ്പെൻഡഡ് ആയിട്ടുള്ള സേവേറിയോസ് എന്ന മെത്രാൻ നിയമവിരുദ്ധമായി ഇന്ന് കുറിച്ചി പള്ളിയിൽ, കുറിച്ചി മാർ ഇഗ്നാത്യോസ് പള്ളിയിൽ കുർബാന ചൊല്ലുവേണ്ടി വരികയുണ്ടായി. ആ കുർബാന നിയമവിരുദ്ധമാണ്. അതിൻ്റെ നിയമവശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബാവ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. ഇദ്ദേഹം ഈ നിയമം ലംഘിക്കുന്നത് കാണുന്നത് ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി റിജോ എന്ന് പറഞ്ഞ ഒരു വക്കീൽ ഓഫീസിലെ ഗുമസ്തൻ, ആ പള്ളി ഇടവകക്കാരൻ, അദ്ദേഹം അവിടെ വരികയും ഈ സേവേറിയോസ് മെത്രാച്ചനോടൊപ്പം വന്നിട്ടുള്ള കുറേ ഗുണ്ടകളും അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ക്രിമിനലുകളും ഒക്കെ വളരെ സംഘടിതമായിട്ടാണ് നിന്നത്. അപ്പൊ അവരുടെ മുത്തുക്കുടയിൽക്കുള്ളിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് റിജോ പറഞ്ഞത്. അപ്പൊ ഫോട്ടോ എടുക്കുവാൻ തുനിഞ്ഞപ്പോ സേവേറിയോസ് മെത്രാച്ചൻ, അത് അവർ ലൈവ് ഇട്ടിരിക്കുന്ന ലൈവിനകത്ത് കാണാം, സേവേറിയോസ് മെത്രാച്ചൻ തുടങ്ങിക്കൊള്ളാനായിട്ട് ആംഗ്യം കൊടുക്കുന്നു. അദ്ദേഹം എന്തോ പറയുന്നു. ഉടൻ തന്നെ ഈ ലൈവിനകത്തുകൂടി കാണുന്ന
ഈ കൊടയ്ക്കകത്തു നിന്ന് ഈ ആയുധം എടുത്തുകൊണ്ട് ഈ റിജോയുടെ തലക്കിട്ട് വെട്ടുകയായിരുന്നു. വളരെ ഡീപ്പായിട്ടുള്ള ഇഞ്ചുറി ഉണ്ട് റിജോയ്ക്ക്. ശരീരമാസകലം രക്തം വാർന്നു. കണ്ണിന് മുകളിൽ വളരെ ഡീപ്പ് ഇഞ്ചുറിയാണ്. ഇന്റേണൽ സ്റ്റിച്ചിങ് ഒക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരീരം മുഴുവൻ രക്തം ചീറ്റി ഇദ്ദേഹം കമണു വീണു. അദ്ദേഹത്തിന്റെ പുറത്തും കൈരങ്ങളിലും മുഴുവൻ ഇവര് മാരകായുധങ്ങൾ കൊണ്ട് അടിച്ചതിന്റെ പാട് വളരെ വ്യക്തമായിട്ട് എവിഡന്റ് കാണാം. ഒടുവിൽ അദ്ദേഹം പലപ്പോഴും അദ്ദേഹം പറഞ്ഞത് രക്ഷപ്പെടുത്തും എന്നുള്ള നിലയിൽ അദ്ദേഹം സേവേറിയസ് മെത്രാച്ചൻ തൊട്ടടുത്ത് എനിക്ക് 5 അടി പോലും ഇല്ല. എന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഇനിയും കൊടുത്തോളാനാണ് ആംഗ്യം കാണിച്ചതെന്നാണ് റിജോ പറയുന്നത്. ഒടുവിൽ ഒരു വിധത്തിൽ അദ്ദേഹം അവിടെ നിന്ന് ഓടി ഇതിനിടയിൽ കൂടെ ചാടി പള്ളിയുടെ മുറ്റത്താ, പള്ളിക്കകത്ത് കയറി രക്ഷപ്പെട്ടു. ശരീരം മുഴുവൻ രക്തം വാർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ മുന്നിൽ വെച്ച് അവനെ തിരിഞ്ഞു നോക്കാതെ അവന് പുറത്തോട്ടിറങ്ങാനൊക്കത്തില്ല. ഗുണ്ടകൾ ഇദ്ദേഹം കൊണ്ടുവന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഗുണ്ടകൾ പള്ളിക്ക് ചുറ്റും വളഞ്ഞു നിൽക്കുക. അപ്പോൾ ഈ മനുഷ്യൻ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി മെത്രാപ്പോലിത്തയുടെ മുന്നിൽ ശരീരം മുഴുവൻ രക്തം വാർന്നു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാതെ അടുത്ത് നിൽക്കുന്ന ഗുണ്ടകളെ കൈമുത്തുന്നത് നമുക്ക് ലൈവിനകത്തൂടി കാണാം. ഇതിനൊന്നും നമുക്ക് എവിഡൻസ് അന്വേഷിച്ചോ വേറെ ആരുടെയും മൊഴിയെടുത്തോ പോകേണ്ട കാര്യമില്ല. അപ്പോൾ കഷ്ടിച്ച് തലമുടി നാരഴയ്ക്കാണ് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുവാനായിട്ട് സാധിച്ചത്. വളരെ മനഃപൂർവ്വമായിട്ട് കരുതി കൂട്ടി കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഇദ്ദേഹം അന്ത്യോക്യൻ സിംഹാസനത്തിൽ വിശ്വസിക്കുന്ന, താൻ ജനിച്ചു വളർന്ന തന്റെ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും വിശ്വസിക്കുന്ന ആളെന്നുള്ള ഒരു തെറ്റ് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ഒരു ക്രിമിനൽ ഒന്നുമല്ല. കാരണം അദ്ദേഹം ഒരു വക്കീൽ ഓഫീസിലെ ഗുമസ്തനാണ്. അപ്പോ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് 8 മണിക്ക് ഇത് കഴിഞ്ഞു. അദ്ദേഹത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു. ആ നിമിഷം മുതൽ ഈ രാജ്യത്തിലെ പ്രധാന രാഷ്ട്രീയക്കാരെല്ലാം പോലീസിൽ വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊലപാതക ശ്രമത്തിന് ഇതിനുവേണ്ടി ഇനിഷ്യേറ്റ് ചെയ്ത, ഇതിനുവേണ്ടി മുൻകൈ എടുത്ത മെത്രാപ്പോലീത്തായുടെ അനധികൃതമായി അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസിൽ വലിയ സമ്മർദ്ദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:15 കഴിഞ്ഞു. ഇതുവരെയായിട്ടും പോലീസ് ഒരു മൊഴിയെടുക്കുന്നതിന് പോലും വന്നിട്ടില്ല. രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ ഇപ്പോഴും. ഇപ്പൊ ചികിത്സയിൽ അകത്തെ സ്റ്റിച്ചിങ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക മെഡിക്കൽ കോളേജിൽ. നമ്മളിപ്പോ നിൽക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അപ്പോ ഈ കാര്യങ്ങളിൽ ഈ രാജ്യത്തിലെ രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്, അനാവശ്യമായി നിങ്ങൾ ഇടപെടരുത്. ഇവിടെ സാധാരണക്കാരനുള്ള നീതി ലഭിക്കണം. ഇനിയും പോലീസ് ഇത് താമസിക്കുകയാണെങ്കിൽ ക്നാനായ സമുദായത്തിലെ ജനങ്ങൾ ഇന്ന് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ മാർച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയം കൂടുതൽ കൈവിട്ട കളിയിലേക്ക് പോവാതെ പോലീസ് കൃത്യമായി ഇടപെടണം, നീതി ഉറപ്പാക്കണം എന്നാണ് പരിശുദ്ധ സിംഹാസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മലങ്കര യാക്കോബായ സുറിയാനി ക്നാനായ സമുദായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയുവാനായിട്ടുള്ളത്, പോലീസ് ഈ കാര്യത്തിൽ നിഷ്പക്ഷമായ നിലപാടെടുക്കണം. കുറ്റക്കാരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണം. ഇത് 2, 3, 4 ജില്ലകളിൽ പടർന്നു കിടക്കുന്ന ക്നാനായ സമുദായത്തിന്റെ പള്ളികളിൽ ഓരോന്നിലേക്കും രക്തക്കളമായി മാറുന്നതിനുള്ള സാഹചര്യം പോലീസ് ഉണ്ടാക്കരുത്. ഇവിടെ ഇതുവരെ ഞങ്ങൾ കാണുന്നത്, പോലീസിന്റെ അനാസ്ഥ ഞങ്ങൾ കാണുന്നത്, ഇതുവരെയായിട്ട് ഇത്രയും സമയമായിട്ടും ഈ മൊഴിയെടുക്കുവാൻ പോലും പോലീസ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇന്റിമേഷൻ നേരത്തെ തന്നെ പോയി കഴിഞ്ഞു, വളരെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോയി കഴിഞ്ഞു. അപ്പോ ഞങ്ങൾക്ക് അറിയുന്നത് പല രാഷ്ട്രീയക്കാരും ഞങ്ങളെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോ രാഷ്ട്രീയ സമ്മർദ്ദം വളരെ വലിയ സമ്മർദ്ദമാണെന്നുള്ളത്. അപ്പൊ പ്രഭാതത്തിൽ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ കുർബാന കാണാൻ പോയ ഒരു വ്യക്തിയുടെ മരണാസന്നമായ രീതിയിൽ അദ്ദേഹം വെട്ടേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലീസ് അതിനെക്കുറിച്ച് വളരെ നിഷ്ക്രിയമായിരിക്കുന്നു എന്നൊരു ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. ഇനിയുള്ള ചില മണിക്കൂറുകൾ കൂടി ഞങ്ങൾ കാത്തിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചുകൾ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായ ഒരു നീതി നടപ്പാക്കുന്നതിന് വേണ്ടി പോലീസ് ഭാഗത്തു നിന്ന് തയ്യാറാവണം. ക്നാനായ സമുദായത്തിന്റെ എല്ലാ പള്ളികളും പരിശുദ്ധ പാത്രിക്കീസ് ബാബായുടെ വിശ്വാസത്തിന് കീഴിൽ നിൽക്കുന്ന ആളുകൾക്ക് ആരാധിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ആ പള്ളികളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതും അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതും പരിശുദ്ധ പാത്രിക്കീസ് ബാബായാൽ വാഴിച്ച് അദ്ദേഹത്തിനാൽ നിയമിക്കപ്പെട്ട ആളിന് മാത്രമേ അവിടെ കയറാൻ സാധിക്കുള്ളൂ. ഇവിടെ സേവേറിയസ് മെത്രാച്ചന്റെ നിയമന ഉത്തരവ് പരിശുദ്ധ പാത്രിക്കീസ് ബാബ റദ്ദ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ പള്ളിയുടെ ആ വസ്തുവിനകത്ത് കാല് കുത്താൻ അധികാരമില്ല. പക്ഷെ സകല നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ഡിഫാക്റ്റോ കൺട്രോൾ എന്നുള്ള നിലയിൽ ഇതിനകത്ത് കയറി അദ്ദേഹം സ്വാധീനം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനെതിരെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പുണ്ട്.
അപ്പൊ ആ ചെറുത്തുനിൽപ്പ് ഈ രാജ്യത്തിന്റെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലേക്ക് പോകരുത്. അതിനുവേണ്ടി ഗവൺമെന്റും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും ഈ കാര്യത്തിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് അവർ തയ്യാറാവണം. അതേ ഉള്ളൂ ഞങ്ങൾക്ക് ആവശ്യം. നീലംപേരൂർ ഇതിനടുത്തുള്ള പള്ളിയാ. ആ പള്ളിയിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞത് ഇവിടെയുള്ള ആളുകൾ ഭയങ്കര ശക്തന്മാരാണ്, ഇവിടെ രക്തപ്പുഴ ഒഴുകും എന്നാണ് അദ്ദേഹം അവിടെയുള്ളവരോട് പറഞ്ഞത്. റാന്നി വലിയ പള്ളിയിൽ അദ്ദേഹം ചെന്ന് പറഞ്ഞത് ഇവിടെയുള്ള ആളുകൾ വലിയ യോദ്ധാക്കളാണ്, ധീരന്മാരാണ്, നിങ്ങളുള്ളപ്പോൾ എനിക്കൊന്നും ഭയപ്പെടുവാനായിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഈ പള്ളിയുടെ യഥാർത്ഥ അവകാശികളും ആ പള്ളിയിൽ ആരാധിക്കേണ്ടവർക്കും ആ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അവരെ തകർത്തുകളയും കൊന്നുകളയും. അതിന് എനിക്ക് വേണ്ടി നിങ്ങളെ ഞാൻ കലാപത്തിനും അക്രമത്തിനും ആഹ്വാനം ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഓരോ സ്ഥലങ്ങളിലെയും പ്രസംഗങ്ങൾക്കകത്ത് വളരെ വ്യക്തമായി വെളിവായി വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അക്രമങ്ങളെ മുളയിലെ ഞുള്ളുവാൻ ഗവൺമെന്റും പോലീസ് അധികാരികളും തയ്യാറാവണം. സെവേറിയോസ് മെത്രാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം സകല രാഷ്ട്രീയക്കാരെ കാണുകയും അവരുടെ അടുത്ത് പോയി അവരെ പുകഴ്ത്തുകയും അദ്ദേഹം സൗകര്യം പോലൊക്കെ നിൽക്കുന്ന ആളുകളാണ്. ഏത് സ്ഥലത്തും പുള്ളിയുടെ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നിൽക്കും. ഏതാണെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഇവിടുത്തെ ഒരു സാധാരണ പൗരന്റെ അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം അത് നശിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അവന്റെ ജീവന് ഭീഷണി ഉണ്ടാകത്തക്ക സാഹചര്യത്തിൽ അവനെ ഒരു വിക്റ്റിമാക്കി, കൊലപാതകത്തിന്റെ വിക്റ്റിമാക്കി മാറ്റത്തക്ക രീതിയിൽ നിന്നുള്ള മെത്രാപ്പോലിത്ത മാറി നിൽക്കണം. ആരൊക്കെയാണോ ഇന്നത്തെ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുള്ളത് പോലീസ് നിഷ്പക്ഷമായി തെളിവെടുത്ത് അവരുടെ മേൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കും. ഒരു മുറിവേറ്റു കിടക്കുന്ന, മരണാസന്നനായി കിടക്കുന്ന ഒരു വിക്ടിമിനെ ഒന്ന് കാണുന്നതിനും അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുന്നതിനും പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്. ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഇപ്പോഴും ദേശത്തിലെ നിയമവ്യവസ്ഥകളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. താമസിയാതെ ഇനിയുമെങ്കിലും താമസമിന പോലീസ് വന്ന് അതിനുവേണ്ട നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഈ സമുദായത്തിലെ വലിയ ജനക്കൂട്ടം അതിനുവേണ്ടി തയ്യാറാവും. വരുന്ന 3-ാം തീയതി കോടതി വിധി സേവേറിയോസ് മെത്രാനെതിരായാൽ പിന്നെ സേവേറിയോസിനെ വിശ്വാസികൾ റോയ്മോനെ പോയി എന്ന് വിളിക്കും. ജ്ഞാനായ യാക്കോബായ സഭയെ കൊണ്ട് വഴൂർ മത്തായിയുടെ പൈശാചിക കൂട്ടയിൽ കൊണ്ട് കെട്ടുവാനുള്ള പദ്ധതിയാണ് ഇതെന്നും വിശ്വാസികൾ പറയുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.